ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള വിവിധ കമ്പനികളിലായിട്ട് ഇപ്പോൾ ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രമുഖ ബാങ്കിങ് ഫേംസ് ആയ HDFC, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഓപ്പറേഷൻസ് ആയ ഫെഡ് സെർവിലൊക്കെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ പൊസിഷനിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ പ്രമുഖ ചാനലായ മലയാള മനോരമയ്ക്ക് കീഴിൽ ഇപ്പോൾ ട്രെയിനി എഞ്ചിനീയേഴ്സ് ബിടെക്കാർക്കൊക്കെ ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സോഷ്യൽ മീഡിയ അസോസിയേറ്റ് മുതലായ പോസ്റ്റുകളിലേക്കൊക്കെ വിവിധ നല്ല കമ്പനികളിലായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ കമ്പനികളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസി നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള EXL എന്ന് പറയുന്ന കമ്പനിയിലാണ്. EXL സർവീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ ഇപ്പോൾ അസോസിയേറ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് എന്ന് പറയുമ്പോൾ മറ്റ് കൺട്രീസിലുള്ള ക്ലയൻസിനെ അല്ലെങ്കിൽ കമ്പനീസിന്റെ സ്റ്റാഫിനൊക്കെ നിങ്ങൾ വോയിസ് ത്രൂ സപ്പോർട്ട് ചെയ്യുക. വോയിസ് എന്ന് വെച്ചാൽ സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. അതാണ് ഈ ഒരു ജോബിന്റെ മെയിൻ റോൾ വരുന്നത്. ഇന്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്നൊരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കുക. അത് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ഇന്ററാക്ട് വിത്ത് ഡൈവേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നവർ പറയുന്നുണ്ട്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത എന്ന് വെച്ചാൽ എനി ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിനും അതേപോലെ വോയിസ് പ്രോസസ്സിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വർക്ക് മോഡ് വരുന്നത് വർക്ക് ഫ്രം ഓഫീസ് ആണ്. 24/7 റൊട്ടേഷണൽ ഷിഫ്റ്റ് വരും, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് EXL സർവീസ് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. ഇന്റർവ്യൂ മോഡൊക്കെ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. സോ അടുത്തത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇമെയിൽ ID ഒന്നുകൂടി നോട്ട് ചെയ്യുക. sumesh.suresh@excelservice.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. സബ്ജക്ട് ടാഗിൽ നിങ്ങൾക്ക് ഇതുകൂടി മെൻഷൻ ചെയ്യുക. അസോസിയേറ്റ് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് എന്നുകൂടി നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. ജോബിൻ ആൻഡ് ജിസ്മി എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. വാക്ക് ഇൻ ഡ്രൈവ് വഴിയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ നടക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 14 ഇതിന്റെ ഒരു സെലക്ഷൻ വരുന്നത്. ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നൊരു പൊസിഷനിലേക്കാണ് അവരിപ്പോൾ വാക്ക് ഇൻ ഡ്രൈവ് നടത്തുന്നത്. ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി തൊട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ ടൈമിംഗ് വരുന്നത്. ഏകദേശം 20 പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിനവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ MBA ആണ്. അത് ഫിനാൻസിൽ വേണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ CMA കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വർക്ക് വെന്യൂ വരുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇന്ത്യവരം ഗ്രൗണ്ട് ഫ്ലോർ ഇൻഫോ പാർക്ക് കൊരാട്ടിയാണ് ഇതിന്റെ ഒരു വെന്യൂ വരുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ CV ഇമെയിൽ ത്രൂ അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഫാസ്റ്റർ ബെറ്റർ റെസ്പോൺസിന് നിങ്ങൾ ആ ഒരു വാക്ക് ഇൻ ഡ്രൈവ് പങ്കെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിലേക്ക് SIB ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിലേക്ക് അവരിപ്പോൾ ടെലികോളർ അസോസിയേറ്റ് എന്നൊരു പൊസിഷനിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് തന്നെ ടെലികോളിംഗിലാണ് നിങ്ങളുടെ വേക്കൻസി വരുന്നത്. വാക്ക് ഇൻ ഡ്രൈവ് വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഡിസംബർ 9 തൊട്ട് ഡിസംബർ 13 വരെയും ഇതിന്റെ വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. റിക്വയർമെന്റ്സ് അവർ ചോദിക്കുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം തമിഴിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ എന്നവർ പറയുന്നുണ്ട്. ഇന്റർവ്യൂയുടെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി, എറണാകുളം. ഇതാണ് ഷാനു ടവർ, കളമശ്ശേരി, എറണാകുളമാണ്. പിൻകോഡൊക്കെ നോട്ട് ചെയ്യുക. നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് careers@sibosl.co.in എന്നാണ്. അത് മെൻഷൻ ചെയ്യുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, വാക്ക് ഇൻ ഡ്രൈവ് ത്രൂ ഉള്ള സെലക്ഷൻ ആയിരിക്കും കുറച്ചുകൂടി ഫാസ്റ്റർ ഇമെയിൽ ത്രൂ കമ്പയർ ചെയ്യുമ്പോൾ.
നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം. അടുത്ത വേക്കൻസി വരുന്നിട്ടുള്ളത് മലയാള മനോരമയുടെ TV ചാനലുകളിലേക്കാണ്. സോഷ്യൽ മീഡിയ അസോസിയേറ്റ് എന്നൊരു പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് പക്ഷേ ഒരു വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ഹാൻഡ്ലിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതേപോലെ പ്രയർ എക്സ്പീരിയൻസ് കോണ്ടന്റ് റൈറ്റിംഗിലൊക്കെ പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ മെയിൻലി കണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ജോബ് റോൾ വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. jobs@mmtv.in എന്നാണ് വരുന്നത്. സബ്ജക്ട് ടാഗിൽ MMTV SMA എന്നുകൂടി മെൻഷൻ ചെയ്യുമെങ്കിൽ കാരണം അവർക്കൊക്കെ ഒരുപാട് ജോബ് ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. അതിൽ നിന്ന് പെട്ടെന്ന് ഫിൽട്ടർ ആവണമെങ്കിൽ ആ സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി നമ്മുടെ HDFC ബാങ്കിലാണ്. HDFC ബാങ്കിന്റെ വെർച്വൽ കെയറിലേക്ക് അവരിപ്പോൾ കസ്റ്റമർ കെയർ ഓഫീസർ എന്ന പൊസിഷനിലേക്ക് അവർ ഹയറിംഗ് നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. എനി ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം കസ്റ്റമർ കെയർ ആണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസിലുള്ള സ്കില്ല്, പാഷനൊക്കെയാണ് അവർ മെയിൻലി അവർ ഇന്റർവ്യൂവിൽ നോക്കുക. ഏജ് ബിലോ 32 years ആണ് പറയുന്നത്. മിനിമം 1 year എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അതേപോലെ എക്സ്പീരിയൻസ് മെയിൻ ആയിട്ട് അവർ ബാങ്കിങ്ങിലോ BPOയിലോ കോൾ സെന്ററിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. CTC അവർ പറയുന്നുണ്ട് 2.08 lakh to 2.88 lakhs ആണ്. അത് എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടാണ് ഇയർലി ഉള്ള സാലറി ആണ് അത് കൊടുത്തിട്ടുള്ളത്, CTC കൊടുത്തിട്ടുള്ളത്. വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം HDFC ബാങ്ക് ലിമിറ്റഡ് 3rd floor ടെർമിനസ് ഓപ്പോസിറ്റ് മെട്രോ പില്ലർ കലൂർ കൊച്ചിയിൽ വെച്ചാണ് ഇതിന്റെ വാക്കിൻ ഡ്രൈവ് നടക്കുന്നത്. നിങ്ങളുടെ CV ഈ കാണുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലുള്ള എജ്യൂപോർട്ട് അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ അക്കാഡമിക് കൗൺസിലർ എന്ന പൊസിഷനിൽ ഹയറിംഗ് നടത്തുന്നുണ്ട്. ഇതൊരു ഓൺസൈറ്റ് അല്ലെങ്കിൽ റിമോട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റേ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും 0 to 2 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന്, അതായത് ഫ്രഷേഴ്സിനാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൻലി അവർ നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന talent@eduport.app എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മനോരമ ഓൺലൈനിലാണ്. മനോരമ ഓൺലൈൻ ഇപ്പോൾ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. മെയിൻലി BE അല്ലെങ്കിൽ BTech MCA കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് അവർ ഹയർ ചെയ്യുന്നത്. അവരുടെ മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമിലേക്കാണ് അവരിപ്പോൾ ഹയറിംഗ് നടത്തുന്നത്. നല്ലൊരു ഇന്റൻസീവ് ട്രെയിനിങ് 1 yearലേക്ക് അവർ കൊടുക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. മെയിൻലി അവർ നോക്കുന്ന സ്കിൽസ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള സ്കിൽസ് ആണ് അവർ നോക്കുന്നത്. അതേപോലെ ഓപ്പൺ ടു ലേണിംഗ് ന്യൂ ടെക്നോളജീസ്, നല്ല അനാലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ സ്കിൽസ് ഉള്ള കാൻഡിഡേറ്റ്, മെയിൻലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലൊക്കെ നല്ല സ്കില്ലുള്ള കാൻഡിഡേറ്റ്സിനെയാണ്, സ്കില്ലുള്ള ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. CV അയച്ചു കൊടുക്കുമ്പോൾ ഒരു സബ്ജക്ട് ടാഗിൽ നിങ്ങൾ മനോരമ ഓൺലൈൻ ട്രെയിനി എഞ്ചിനീയർ 2025 എന്നുകൂടി മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് jobs@manorama.com എന്നാണ്. പ്രത്യേകം സബ്ജക്ട് ടാഗിൽ ഈ ഒരു മനോരമ ഓൺലൈൻ ട്രെയിനി എഞ്ചിനീയർ 2025 എന്ന് മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ തന്നെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആയ അവരുടെ തന്നെ ഫെഡ്സർവിലേക്കാണ്. ഫെഡ്സർവിൽ ഇപ്പോൾ അവർ ഫോൺ ബാങ്കിങ് ഓഫീസർ എന്ന ഒരു പൊസിഷനിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഒരു വാക്കിൻ ഡ്രൈവ് വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. വാക്കിൻ ഡ്രൈവ് നടക്കുന്ന തീയതി 14/12/2024 ആണ്. ഗ്രൗണ്ട് ഫ്ലോർ കാർണിവൽ ഇൻഫോ പാർക്ക് ഫേസ് കാക്കനാട് കൊച്ചിയിൽ വെച്ചാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. റിക്വയർമെന്റ്സ് അവർ പറയുന്നത് മലയാളത്തിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ വിവിധ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഒരു ജോബിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ മെയിൻലി കോൾ സംബന്ധമായ ജോബ് റോൾ ആയിരിക്കും വരുന്നത്. ഇൻബൗണ്ട് കോൾസും ഔട്ട്ബൗണ്ട് കോൾസും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. കസ്റ്റമർ ആയിട്ടായിരിക്കും നിങ്ങൾ ഇന്ററാക്ഷൻ ഒക്കെ വരുന്നത്. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന സെയിം ജോബ് പ്രൊഫൈൽ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്.
സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല കമ്പനികളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റിയ ഒട്ടനവധി വേക്കൻസി ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് വേക്കൻസീസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ ത്രൂ തന്നെ നല്ല കമ്പനികളിലുള്ള ഒരുപാട് വേക്കൻസീസ് ഞാൻ എൻ്റെ ഈ ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്